പിന്നെ കാക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പറയൂ. അതെ, ഞാനും എൻ്റെ ഫ്രണ്ടും ഐഷുല്ലേ, ഞാനവളും കൂടി പുറത്ത് പോവാണ് ബീച്ചിലേക്ക്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് രണ്ടാളും കൂടി പുറത്ത് പോവാന്. അതിനെന്തായാലും ഇവിടെ ചോദിച്ചാൽ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ കാക്ക ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും വിടുവിടുന്ന്, അല്ലാതെ ഞങ്ങളെ വിടൂല. പ്ലീസ്, അവളെ കാക്കിയുണ്ട്, പേടിക്കണ്ട, ഒറ്റക്കല്ല. ഞാനില്ല, നിങ്ങൾ പോയിക്കോളി. നിങ്ങളെ ഫ്രണ്ട്സിനൊപ്പം ഞാൻ അങ്ങനെ വരാം. പിന്നെ അവളെ കാക്കാൻ എനിക്ക് അറിയും കൂടിയില്ല. അവളാരാ ശരിക്കും അവളുടെ പേരെന്താ? അശോക്കറിയില്ല. അവളെ കാക്കാനെ അറിയില്ല, അവളെ അറിയില്ല. നിങ്ങൾ തമ്മിൽ നിങ്ങളെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ പോയിക്കോളി. ഞാനില്ല, എന്തായാലും ഞാനില്ല. മോളിന്നെ വിളിക്കണ്ട. കാക്ക അങ്ങനെ പറയല്ല കാക്ക, പ്ലീസ്. ഞങ്ങൾ ഒറ്റക്ക് എന്തായാലും വിടൂല. നിങ്ങൾക്ക് പരിചയപ്പെടാലോ, നിങ്ങൾക്ക് ഇന്ന് കാണാ, അവളെ കാക്കാനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാ. പ്ലീസ്, ഞങ്ങള് പ്ലാൻ ഇട്ടതല്ലേ. പ്ലീസ് കാക്ക, നല്ല കാക്കല്ലേ, പ്ലീസ്. നോക്കട്ടെ, ആലോചിക്കാം. വേഗം വരികയാണെങ്കിൽ ഞാൻ വരാം. ബോറടിപ്പിക്കരുത്. അവളെ കാക്ക എന്തായാലും ഉണ്ടാവണം. അവളോണ്ട് മാത്രം ഞാൻ വരുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞോണ്ട് എന്നെ ബോറടിപ്പിക്കൂലല്ലോ. എന്നാ ഞാൻ വേണമെങ്കിൽ വരാം. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എങ്ങാനും കുറെ നേരം നിന്നാ ഞാൻ എന്ത് ചെയ്യും, എന്നെ അവിടെ ഇട്ട് ഞാൻ അങ്ങോട്ട് പേരേക്ക് പോയിട്ട് ഉപ്പാൻ്റെക്കുന്നു ഉമ്മാൻ്റെക്കുന്നു എനിക്കും നല്ലോണം കേൾക്കും. അത് വേണ്ടെങ്കിൽ ഞാൻ വരണം. എന്നാ ഞാൻ വരാം. ബോറടിപ്പിക്കൂല, ഉറപ്പായിട്ടും ബോറടിപ്പിക്കൂല. അവളെ കാക്ക എന്തായാലും ഉണ്ടാവും. ഞങ്ങള് മുന്നേ പ്ലാൻ ഇട്ടത്, അപ്പൊ അവളെ കാക്ക എന്തായാലും ഉണ്ടാവും. പേടിക്കണ്ട, കാക്ക വരണട്ടോ, നല്ല കാക്ക. അവൾ അതും പറഞ്ഞ് റൂമിലേക്ക് ഒരൊറ്റ ഓട്ടം. പോയ പാടെ ഐഷുവിന് കോൾ ചെയ്തു. അവൾക്ക് വിളിച്ചിട്ട് ഇതൊക്കെ പറയട്ടെ. അവളേക്ക് നമുക്ക് കേൾക്കുമെന്ന് അല്ലാക്കല്ലാതെ അറിയില്ല. എന്തായാലും വിളിക്കാം. ഹലോ, പറയേ. എടി, പെരേല് സമ്മതിച്ച് ഉമ്മാനോട് പേര് ചോദിച്ചിട്ടില്ല, പക്ഷെ കാക്കാനോട് സമ്മതിച്ചിട്ട് കാക്ക സമ്മതിച്ച് എന്തായാലും ഉമ്മ ഇപ്പം സമ്മതിക്കും. വേറെ കാര്യം. പിന്നെ ഒരു സീനുണ്ട്. എന്ത് സീന്? എടി, ഞാനില്ലേ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇന്നെ പുറത്ത് വിടണമെങ്കിൽ കാക്കാനോട് വരാൻ പറയണം, എന്നാലേ പുറത്ത് വിടുള്ളൂ. പിന്നെ അതിനെ കൊണ്ടേ ഞാനില്ലേ ഈ കാര്യം പറയണേ ഇങ്ങനെ കിടന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുതരാം, വളക്കാതെ തിരിക്കാതെ. അതേ, എൻ്റെ കാക്കാനോട് ഞാൻ പറഞ്ഞു എൻ്റെ കാക്ക വരുന്നുണ്ട്, അതുകൊണ്ട് മാത്രം എൻ്റെ കാക്ക വരുന്നുണ്ട്. എൻ്റെ കാക്ക വന്നാൽ മാത്രം നമ്മളിന്ന് പുറത്ത് പോവുള്ളൂ, നമ്മൾ പുറത്തിടുകയുള്ളൂ. എൻ്റെ കാക്ക വന്നിട്ടെങ്കിൽ എൻ്റെ കാക്ക വരില്ല, അപ്പം നമ്മളിന്ന് പുറത്ത് പോകില്ല. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. എൻ്റെ കാക്ക എന്തായാലും വരണം. എന്തൊക്കെ പറഞ്ഞ കാര്യം എൻ്റെ കാക്കന്ന് വരണം. അല്ലോ, എന്ത് പണിയെ കാണിച്ചു മോളെ, എന്തിനാ എന്നോട് എൻ്റെ കാക്ക വരുമെന്ന് പറയാൻ പറഞ്ഞത്? എൻ്റെ കാക്കാനായിട്ട് ഇന്ന് രാവിലെ ഞാൻ തല്ലോടിയിരിക്കുകയാണ്. ഞാൻ നല്ല പണി കൊടുത്തിരിക്കണം ഇന്ന് രാവിലെ തന്നെ. അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യം ഞാൻ ഉറപ്പായിട്ടും ഓടൂല, വരൂല. എന്നോട് ആരെ പറയാൻ പറഞ്ഞു മോളെ? എനിക്ക് വേറെ എന്തൊക്കെ പറയണ്ടായി, ഇത് മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എടീജിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. നമുക്ക് പുറത്ത് പോകണമെങ്കിൽ എന്തായാലും എൻ്റെ കാക്കാനോട് പറയണം, അല്ലാതെ ഒരിക്കലും പറ്റൂല. അതുകൊണ്ടാണ് ഈ കൈയും കാലൊക്കെ പിടിച്ചോക്ക്. കൈയും കാലം പിടിക്കാനാ ഞാനാ? അയ്യോ, ഒരിക്കലും പിടിക്കൂല. പുറത്ത് പോണെങ്കിൽ പിടിച്ചോ. എടി വാടി, എന്താടി ഒറ്റ ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുറത്ത് പോവാ? പ്ലീസ്, എങ്ങനെയൊക്കെ ഒന്ന് സമ്മതിപ്പിക്കും. കൈയും കാലം പിടിച്ചേക്ക് ഒരു തവണ അല്ലേ, എന്തിനാണ് ഇങ്ങനെ ഇട്ട് നിൽക്കണത്? പ്ലീസ്, ഒരു തവണ, ഒറ്റ തവണ അല്ലേ, മുത്തല്ലേ. ഞാൻ ചോദിച്ചു നോക്കട്ടെ, സമ്മതിക്കോ മോളെ? ഞാൻ അങ്ങനെയാണെന്ന് രാവിലെ നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്, രാവിലെ തന്നെ നീച്ച പാട്. ചോദിക്കട്ടെ, സമ്മതിക്കുന്നൊക്കെ തോന്നണില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വെക്ക്. എന്താണ്? എന്റെ കാക്കാനെ കൊണ്ട് എന്തൊരു ക്യൂട്ടാ. ഞാനൊരു ഭാഗ്യവേദന എന്റെ കാക്കാൻ ഇങ്ങനത്തെ ഒരു കാക്കാനൊക്കെ കിട്ടിയില്. ഏതാ സോപ്പ്? ലൈഫ് ബോയാ, വിവല, ഏതാ? ഒക്കെ മനസ്സിലാക്കിയെടുത്ത് കൊച്ചു കള്ളൻ. പോ നീച്ച് പോ. കന്നെ കാണുമ്പോ തന്നെ കല്ലി വരുന്നുണ്ട്. നീച്ച് പോയിക്കോ. ദേഷ്യം അടക്കി പിടിച്ചിക്കാണ്. കിട്ടുന്നകന്ന് പോ. പഠിച്ചോനെ, ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കിയെടുക്കുക. അപ്പൊ എനിക്കിതൊന്നും അറിയില്ലല്ലേ. സ്നേഹമുള്ളടത്തെ തല്ലുണ്ടാവുള്ളൂ, അതെനിക്കറിയില്ല. പൊട്ട, എനിക്കിന്ന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എനിക്ക് ആകെയുള്ളൊരു കാക്കലോട്ട് എന്റെ കാക്കാനായിട്ടില്ല, അത് വേറെ ആരായിട്ട് തല്ലൂടാനാ? ഒന്ന് പറഞ്ഞോണ്ടാ പ്ലീസ്. എന്റെ കാക്കനെ അത്രക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് കാക്ക അറിയണല്ലേ. ഞാൻ അടുത്ത ആളായിട്ട് ഇങ്ങനെ കുറെ വർത്താനം പറയുള്ളൂ, കുറെ അടിക്കുള്ളൂ, പിച്ചുള്ളൂ, നുള്ളുള്ളൂ.
അറിയണോണ്ട് ഒക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ മോശാട്ടോ. മോശം മോശം മോശം. ഞാൻ പറഞ്ഞ എന്താന്നും കൂടി കേക്ക്. നിനക്കെന്താ ആവശ്യമുള്ളതൊന്നും കൂടി കേക്ക്. സ്നേഹം കൊണ്ടാവൂലേ രാവിലെ ഉപ്പാക്ക് ഉള്ളുള്ള വടി തോർത്ത് ഭയങ്കര സ്നേഹം തന്നെ ട്ടാ. വീണ്ടും പൊട്ടൻ. ഞാൻ ആ മുള്ളുള്ള വടി തൊടുത്തോണ്ടല്ല പന്നെ അടിക്കായിരുന്നത്. പാവം തോന്നിട്ട് ഇപ്പൊ അറിയില്ല പോട്ടെ. ഞാനെ രക്ഷിക്കേ ചെയ്ത്. ഒന്ന് മനസ്സിലാക്ക്. ഇനി കാക്ക ഞാൻ എന്താ പറയാൻ പോണെങ്കിലും ഒന്ന് കേക്ക്. ഒന്ന് കേക്ക് പ്ലീസ്. നല്ല കാക്കല്ല, എന്റെ കാക്കല്ല, മുത്തല്ല. ഇങ്ങനെ ഒരു കാക്കാനെ കിട്ടിയില്ല, എന്റെ ഒരു ഭാഗ്യല്ല. ഞാനതൊക്കെ പറഞ്ഞിട്ടൊന്ന് മനസ്സിലായി എന്റെ കാക്ക മൊട്ട പ്ലീസ്. അങ്ങനെ കൊള്ളും. ആയിക്കോട്ടെ, ഞാൻ പോവാ. ഞാൻ എന്റെ ഫ്രണ്ടിനായിട്ട് പുറത്ത് ബീച്ചിൽ പോവാൻ പറയാൻ വന്നതേ. എന്തായാലും നടക്കൂലല്ലോ. അവൾക്കാണെങ്കിൽ കാക്കാനായിട്ട് ചെറിയൊരു ക്രഷും ഉണ്ട്. എന്താ ചെയ്യാനോ എന്നോട് പറഞ്ഞിക്കണ്. അതുകൊണ്ടാണ് ഞാന് അങ്ങനൊക്കെ അവളൊപ്പിച്ചെടുത്ത അവള് കാക്കാൻ ഒപ്പിക്കാൻ വന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോയി. കാക്കാനോട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോയി. ബായ്. ക്രഷോ നൈറ്റോ ആളെ കാണാൻ എങ്ങനെ ലുക്കൊക്കെ ഉണ്ടാ? ക്രഷൊക്കെ തന്നെ, ലുക്കൊക്കെ ഉണ്ട്. ലുക്കിന്റെ പൊന്നോളെ കണ്ടാല് എത്ര ചെക്കന്മാരെ വെച്ചിട്ട് അവള് പ്രപ്പോസ് ചെയ്തിക്കണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്നും നടക്കൂല. ഞാൻ പോയി. കുറെ നേരം പോവാൻ നിക്കണ്. ഞാൻ പോവാണ്. വരണമെന്നൊന്നുമില്ല, പിന്നെ അവൾ ഇത്ര നിർബന്ധിച്ചുകൊണ്ടാണ് അങ്ങനെ കാക്കാനെ ഇതൊക്കെ ആക്കി വിട്ടത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല ഒറ്റക്ക് പോണ്ട, ഞാൻ വരാം. പാവല്ലേ ആകളൊരു അനിത്യല്ലേ ചെയ്യും. ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. ഓ വേണ്ട, ബുദ്ധിമുട്ടല്ലേ കാക്കാക്ക്. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പോവാ. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ രാവിലെ ഇട്ട് തല്ലുണ്ടാക്കി പിന്നെ ഇന്നെ കുറെ മനസ്സലിയിപ്പിച്ചില്ലേ. ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. നടക്ക്, വാ മാറ്റാം. വേം വാ നമുക്ക് പോവാം. എന്താ നിക്കണേ? എടാ കാട്ടുകോഴി, എന്തുകൊണ്ട് എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല? സത്യത്തില് പാത്തൂന് ക്രഷൊന്നല്ല ഉണ്ടാവണേറ്റ്. നേരിട്ട് കണ്ടിട്ടും കൂടി അവള് വരാം. ജസ്റ്റ് ആവശ്യമൊന്ന് ഇട്ട് നോക്കിയതാണ്, അതേറ്റു. അതാണ് സംഭവം. അങ്ങനെ അവര് മാറ്റാനായി പോയി. അവര് മാറ്റിയതിന് ശേഷാട്ടോ വീട്ടിൽ ചോദിക്കണത്. വീട്ടിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, അവര് എവിടേക്കാണെങ്കിൽ പോവാം. ഒറ്റക്ക് വിടൂലെന്ന് മാത്രം ആശുവിനെ. അതുകൊണ്ട് രണ്ടാളും വീട്ടിൽ പറഞ്ഞ് അവര് പുറത്തേക്ക് ഇറങ്ങി. അതേ ടൈമില് പാത്തൂന്റെ വീട്ടിലും അവര് വീട്ടില് സമ്മതം ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവര് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. സത്യം തന്നെയല്ലേ അവൾക്ക് ഇഷ്ടാന്നുള്ള കാര്യം? വെറുതെ പറഞ്ഞൊന്നുമല്ലല്ലോ.